ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ പിന്നെയും ചെയ്യുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ വേനലൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി, ഇനി കൃഷിപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഹെക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വീഡിങ് ടൂളാണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സിങ്, ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഹെക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറേ നാളുകളായി മാർക്കറ്റിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത്ര ഐറ്റമാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. 2 നട്ട് ബോൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇനി അപ്പോൾ 2 നീളം കുറഞ്ഞ ബോൾട്ടുകളും അതുപോലെ തന്നെ ഒരു നീളം കൂടിയ ബോൾട്ടുമാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. നമുക്ക് നീളം കൂടിയ ബോൾട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ 10-ൻ്റെ സ്പാനറാണ് ഉപയോഗിക്കുന്നത്. 10-ൻ്റെ 2 സ്പാനർ. അത് ഇതിൻ്റെ കൂടുള്ളതല്ല, എൻ്റെ കൈവശം നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കുന്ന രീതിയിലാണിത് വരുന്നത്. മാക്സിമം ഇത്രേ ടൈറ്റ് ആവുള്ളൂ. ഇതിൽ കുറച്ച് ഫ്രീ ആയിരിക്കും ഇത്. അപ്പോൾ അടുത്തതായി ഇതിൻ്റെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തൊരു പൈപ്പാണിത്. അപ്പോൾ നമുക്ക് ഇത് വേണമെന്ന് നിർബന്ധമില്ല. നമുക്കൊരു ഷോപ്പിൽ നിന്നൊരു പൈപ്പ് മേടിച്ച് 2 ഹോളൊക്കെ കറക്റ്റ് ഇട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അഡീഷണലായിട്ട് മേടിച്ചതാണ് പൈപ്പ്. അത് നമുക്ക് കിട്ടും. ഇത് തന്നെയാണ് നമുക്ക് ബോക്സിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു എത്ര അടി ഉണ്ടെന്ന് നോക്കാം. അഞ്ചടി നീളമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കൊടുത്താൽ കറങ്ങാതെ നോക്കാൻ പറ്റും. കറങ്ങാതെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ മുറ്റത്തുനിന്ന് തന്നെ തുടങ്ങാം.
നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് പുല്ല് ചെത്താൻ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ തൂമ്പ ഉപയോഗിച്ച് പുല്ല് ചെത്തുന്നതിന് പകരം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മുറ്റത്തുള്ള ആയതുകൊണ്ട് നല്ല പിടുത്തമൊക്കെയുള്ള പുല്ലാണ്, ചുവടിന് നല്ല പിടുത്തമാണ്. ഇവിടെ കുറച്ച് മണ്ണിളക്കം കുറവുണ്ട്. അപ്പോൾ മണ്ണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തറഞ്ഞു കിടക്കുന്ന മണ്ണാണ്. പക്ഷെ മഴ 2 ദിവസം മുമ്പ് പെയ്തതിൻ്റെ ഒരു ചെറിയ ഈർപ്പമുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ റംബുട്ടാനാണ്, കായൊക്കെയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് പേരയൊക്കെയാണ്. ഇത് ഇവിടെയൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവടൊന്ന് മാന്തി നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ചുവട് കാണുന്നുണ്ട്. വളരെ നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ പുല്ലൊക്കെ അടിച്ച് മാറ്റാൻ പറ്റി. ഇനി നമുക്ക് ഒരു സ്ഥലം കൂടെ നോക്കാം. അപ്പോൾ ഇനി ഈ പേരയുടെ ചുവടാണ് നമ്മൾ കാട് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മളിങ്ങനെ പിടിച്ച് നിന്നാൽ അത്രയ്ക്കൊരു പെർഫോമൻസ് കിട്ടത്തില്ല. കുറച്ച് താത്ത് പിടിച്ചാലാണ് അതിൻ്റെ 100% പെർഫോമൻസ് കിട്ടുന്നത്. ഈ കറിവേപ്പിൻ്റെ തൈ മാക്സിമം അതിന് കുഴപ്പം പറ്റാതെ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് അത്ര ചെറിയ ചെടി പോലും സൂക്ഷിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് നമ്മുടെ പേരയുടെ ചുവടും റംബുട്ടാൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വർക്ക് ചെയ്യിച്ചിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിൻ്റെ നല്ല മൂർച്ചയാണ് 2 സൈഡും. നമുക്കിത് തിരിച്ച് ഉപയോഗിക്കാമെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മളിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ തിരിച്ച് ഇത് മറിച്ചിട്ടാലും നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഉപയോഗിക്കാവുന്നതാണ്, ഈ സൈഡ്. അപ്പോൾ 2 സൈഡിലും ഒരു മൂർച്ച കൊടുത്തിട്ടുണ്ട്. അത് മൂർച്ച കൊണ്ട് തന്നെയാണ് ഈ കാടും മാറിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ചെടികൾ നഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. നമ്മൾ തൂമ്പയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പം തെന്നി മാറിപ്പോയി മറ്റ് ചെടികൾക്കൊക്കെ കേടുപറ്റാം, കൂടെ ഒരുപാട് ചെടികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.